നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷയ്ക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ്. ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം. മാപ്പ്, കോൺഗ്രസ് തെറ്റിദ്ധരുത്തുമെന്ന് പ്രതീക്ഷിച്ചു. ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനാകില്ല, പ്രധാനമന്ത്രി. വാൽപ്പാറ ദുരന്തം വിങ്ങിപ്പൊട്ടി നാട് അന്ത്യയാത്ര നൽകി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഓർത്തോളജിക് വിഭാഗം ഒന്നടങ്കം രാജിവെച്ചു. മടയിൽ കയറി പൊക്കി കേരള പോലീസ്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് ലോൺ ആപ്പ് തട്ടിപ്പ് നടത്തിപ്പുകാർ അറസ്റ്റിൽ. ആസാദി ഡിജിറ്റൽ പേപ്പർ 7ാം വർഷത്തിലേക്ക്. കണ്ണൂരിൽ സുഹൃത്തിനെ ചുറ്റികൊണ്ട് തലക്കടിച്ചു. ഓടി രക്ഷപ്പെടുന്നതിനിടെ ട്രെയിൻ തട്ടി മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വാൽപ്പാറ അപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹം സംസ്കരിച്ചു. സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയി. അധ്യാപകനായ അബ്ദുൾ മജീദിൻ്റെയും ഭാര്യ റുഖിയുടെയും സംസ്കാരം പാങ്മാട്ടിൽ ജുമാ മസ്ജിദിലും, അധ്യാപകരായ റംല, ഷക്കീല, പാചകത്തൊഴിലാളി സജിത എന്നിവരുടെ സംസ്കാരം പാങ് വലിയ ജുമാഅത്ത് പള്ളിയിൽ നടന്നു. അധ്യാപികയായ സുഹ്റയുടെയും മകൻ ഹാഷിമിൻ്റെയും സംസ്കാരം ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിലും, പ്രധാന അധ്യാപക അജിതിയുടെ മൃതദേഹം ഷൊർണൂർ ശാന്തിതീരത്തും, അധ്യാപികയായ ആശയുടെ മൃതദേഹം കൊളത്തൂർ തറവാട്ട് വീട്ടിലും സംസ്കരിച്ചു. പൊള്ളാച്ചി ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം പോലീസിൻ്റെ അകമ്പടിയോടെ പ്രത്യേക ആംബുലൻസുകളാക്കിയാണ് മൃതദേഹങ്ങൾ മലപ്പുറത്ത് എത്തിച്ചത്. മലപ്പുറം പെരിന്തൽമണ്ണ പാങ്ങിൽ നിന്ന് വിനോദയാത്ര പോയ അധ്യാപകരും ജീവനക്കാരും അടങ്ങുന്ന സംഘമാണ് വെള്ളിയാഴ്ച വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും കുടുംബാംഗങ്ങളുമടക്കം 13 പേർ സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ വാൽപ്പാറ ഹെയർപിൻ വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ 9 പേർ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 3 പേർ കോയമ്പത്തൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാൽപ്പാറ പൊള്ളാച്ചി 13ാമത്തെ ഹെയർപിൻ വളവിൽ നിന്ന് 800 അടി താഴ്ചയിലുള്ള 9ാം വളവിലാണ് വാഹനം പതിച്ചത്. വശത്തെ ഭിത്തിയിലിടിച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പാങ് GLP സ്കൂൾ പ്രധാന അധ്യാപിക പുലന്തോൾ പാലൂർ പരുത്തിയിൽ പി അജിത 54, അധ്യാപകരായ പൂമുള്ളിക്കര ആശ 41, ചെണ്ടി മഞ്ഞമ്പള്ളി വീട്ടിൽ റംല 52, ഈസ്റ്റ് പാങ് ആലുങ്ങൽ സുഹ്റ 43, മജീദ് 43, സ്കൂൾ പാചകത്തൊഴിലാളി പള്ളിപ്പറമ്പ് കളത്തങ്ങൾ തോടി സാജിദ 45, പാങ് GP സ്കൂളിലെ അധ്യാപിക ചെണ്ടി കടന്നമുട്ടി വിരഞ്ഞമുറ്റിൽ വീട്ടിൽ ഷക്കീല 37, മജീദിൻ്റെ ഭാര്യ റുക്കിയ 39, സുഹ്റയുടെ മകൻ ഹിഷാം 12 എന്നിവരാണ് മരിച്ചത്. വാൻ ഡ്രൈവർ പൊന്മുള മലവട്ടം ചൂനൂർ മുഹമ്മദ് ഹാസിസ് 21, സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് 39, മരിച്ച സാജിദയുടെ മകൻ മുഹമ്മദ് ഷാഹിദിൻ 11, ഷക്കീലയുടെ മകൾ മസ്നീൻ 10 എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. മസ്നീൻ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും മറ്റുള്ളവർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഓർത്തോളജിക് വിഭാഗം ഒന്നടങ്കം രാജിവെച്ചു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഓർത്തോളജിക് വിഭാഗത്തിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരും തങ്ങളുടെ തസ്തികകളിൽ നിന്നും രാജിവെച്ചു. വകുപ്പിലെ 7 ജീവനക്കാരാണ് ഒന്നിച്ച് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. എന്നാൽ ജീവനക്കാരുടെ ഈ രാജിക്കത്തുകൾ നിലവിൽ കോളേജ് മാനേജ്മെൻറ്റ് സ്വീകരിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിൻ്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോളേജിൽ സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിതിൻ രാജിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകർക്കും ജീവനക്കാർക്കുമെതിരെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വിദ്യാർത്ഥികൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം കടുത്ത ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നാലെയാണ് ഇപ്പോൾ വകുപ്പിലെ മുഴുവൻ ജീവനക്കാരും കൂട്ടമായി രാജിവെച്ചിരിക്കുന്നത്. മടയിൽ കയറി പൊക്കി കേരള പോലീസ്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് ലോൺ ആപ്പ് തട്ടിപ്പുകാർ അറസ്റ്റിൽ. അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭീഷണി മുഴക്കിയ ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാരായ പ്രധാന പ്രതികളെ നോയിഡയിൽ വെച്ച് അതിസാഹസികമായി കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടി. ഉത്തർപ്രദേശ് ഗാസിയാബാദ് സ്വദേശിയായ ഋഷികേഷ് തിവാരി 32, ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രശാന്ത് കേക്കൽ 28, ഹരിയാന ഹരീദാബാദ് സ്വദേശിയായ പ്രകാശ് ജയ് 54 എന്നിവരാണ് പിടിയിലായത്. വിശദമായ വാർത്തകളുമായി അഷ്യാന അഷറഫ് കൂടെ ചേരുന്നു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് PAPSന്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SI മിഥുൻ SV നേതൃത്വത്തിൽ CPOമാരായ സുനിൽ K, ദിജിൻ രാജ് BK എന്നിവരെയാണ് നോയിഡയിൽ വെച്ച് പ്രതികളെ പിടികൂടിയത്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പിന്റെ നടത്തിപ്പുകാരായ അതിഹാസികമായാണ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ വെച്ച് കേരള പോലീസ് പിടികൂടിയത്. വലിയ നഗരമായതിനാൽ പ്രതികളെ കണ്ടെത്തുന്നത് പ്രയാസമായെങ്കിലും കേരള പോലീസിന്റെ മികവാർന്ന അന്വേഷണത്തിൽ പ്രതികൾ നിയന്ത്രിച്ചിരുന്ന സ്ഥാപനം കണ്ടെത്താൻ സാധിച്ചു.
കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SI മിഥുൻ SV നേതൃത്വത്തിൽ CPOമാരായ K സുനിൽ, PK ദിജിൻ രാജ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ഒരു IT പാർക്കിന് സമാനമായാണ് അവിടെ 40ഓളം ജീവനക്കാർ ജോലി ചെയ്തിരുന്നത്. ലോൺ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതും പണം നൽകുന്നതും തിരിച്ചടവിനായി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഇവിടെ നിന്നായിരുന്നു. പ്രതികൾ ആളുകളെ വിളിക്കാൻ ഫോണിന് പകരം സിം ബോക്സുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഓരോ സമയം 30 സിമ്മുകൾ വരെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നായിരുന്നു ഈ സിം ബോക്സുകളുടെ സിം കാർഡുകളുടെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നോയിഡ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. ഓരോ നമ്പർ ബ്ലോക്ക് ചെയ്താലും മറ്റു നമ്പറിൽ നിന്നും ശല്യം തുടർന്നു. പ്രതികൾ കോൺടാക്ട് ചെയ്ത നമ്പറുകൾ എല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ സജീവമായ ഒരു നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ നോയിഡയിലുണ്ടെന്ന് മനസ്സിലാക്കി കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് അങ്ങോട്ട് തിരിക്കുകയായിരുന്നു. കൂടുതൽ വെളിപ്പെടുത്തൽ. കുടുംബത്തിന് ഐക്യദാർഢ്യം. നിതിനായി നീതി തേടി സഹപാഠികൾ വീട്ടിലെത്തി. അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിന്റെ വിയോഗത്തിൽ കണ്ണീരോടെ സഹപാഠികൾ അവന്റെ വീട്ടിലെത്തി. ജാതി അധിക്ഷേപവും അധ്യാപകന്റെ പരിഹാസവും നിതിനെ തളർത്തിയപ്പോൾ അവന് താങ്ങായി നിൽക്കാൻ കഴിയാത്തതിന്റെ സങ്കടത്തിലാണ് സുഹൃത്തുക്കൾ. ജാതി അധിക്ഷേപത്തിന്റെ തുടർന്ന് ജീവനൊടുക്കിയ നിതിൻ രാജിന്റെ കുടുംബത്തെ സന്ദർശിച്ച സഹപാഠികൾ അവരും നേട്ട അധിക്ഷേപങ്ങൾ വെളിപ്പെടുത്തി. നിതിനോടും കുടുംബത്തോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ആരോപണ വിധേയനായ അധ്യാപകനിൽ നിന്നും തങ്ങൾക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി. ആരോപണ വിധേയനായ അധ്യാപകൻ നിതിനെ മാത്രമല്ല മറ്റു വിദ്യാർത്ഥികളെയും നിരന്തരം ബോഡി ഷെയ്മിംഗ് ഇരയാക്കാറുണ്ടെന്ന് സഹപാഠികൾ പറഞ്ഞു. ജാതി അധിക്ഷേപങ്ങളിൽ നിന്നും നിതിൻ പതുക്കെ മുക്തനായി വരുന്നതിനിടെയാണ് ലോൺ ആപ്പ് വിഷയം കോളേജ് ഓഫീസ് റൂമിൽ ചർച്ചയാകുന്നത്. ഇത് നിതിനെ കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും അവർ കരുതുന്നു. മരണത്തിൽ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോളേജ് അധികൃതർക്കും യൂത്ത് കമ്മീഷനും വിദ്യാർത്ഥികൾ പരാതി നൽകി. വ്യൂസിനും റീച്ചിനും വേണ്ടി ചില ബ്ലോഗർമാർ സഹപാഠികളെ മോശമായി ചിത്രീകരിക്കുന്നത് നിർത്തണമെന്നും ഇത് തുടർന്നാൽ സ്ക്രീൻഷോട്ടുകൾ സഹിതം നിയമ നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികൾ മുന്നറിയിപ്പ് നൽകി. അറിവിന്റെ സമ്പൂർണ്ണ വെളിച്ചത്തിന് 35 വയസ്സ്. ഇടതുപക്ഷ സർക്കാർ കേരളത്തിന് സമ്മാനിച്ച അറിവിന്റെ സമ്പൂർണ്ണ വെളിച്ചത്തിന് 35 വയസ്സ്. 1991 ഏപ്രിൽ 18 നവസാക്ഷരിയായ മലപ്പുറത്തെ ചേലക്കോടൻ ആയിഷയാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായെന്ന ചരിത്ര പ്രഖ്യാപനം കോഴിക്കോട് മാനാഞ്ചിറ ചതുരത്തിൽ നടത്തിയത്. കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസഡറായ ആയിഷ മരിക്കുന്നതുവരെ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ പതാകവാഹിയായി. 1960കളുടെ അവസാനത്തോടെയാണ് കേരളത്തിൽ സാക്ഷരതാ പ്രവർത്തനം ആരംഭിച്ചത്. 1968 സർക്കാർ ഏജൻസികൾ ഈ രംഗത്തേക്ക് കടന്നു വന്നു. കണ്ണൂർ ഏഴോം 1986 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്തായി. 1987 EK നായനാരുടെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ സാക്ഷരതാ പ്രസ്ഥാനം വിപുലമാക്കി. 1989 കോട്ടയം നഗരസഭയുടെ ജില്ലാ ഭരണകൂടവും ചേർന്ന് 100 ദിന ക്യാമ്പയിൻ ഏറ്റെടുത്തു. കോട്ടയം 100% സാക്ഷരത നേടിയ ആദ്യ പട്ടണമായി. 1990 ഫെബ്രുവരി 9 എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വെളിച്ചമേ നയിച്ചാലും ജനകീയ സാക്ഷരതാ പദ്ധതി ആരംഭിച്ചു. 15-90 വയസ്സുള്ളവർ ക്ലാസുകളിൽ പങ്കെടുത്തു. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ അക്ഷര കേരളം പദ്ധതി നടപ്പാക്കി. 1990 ഏപ്രിലിൽ കേരളത്തിൽ 28,20,338 നിരക്ഷരരുണ്ടായിരുന്നു. ഇവരെ സാക്ഷരരാക്കാൻ 3 ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകർ രംഗത്തിറങ്ങി. അങ്ങനെ കേരളം ചരിത്രം രചിച്ചു. 1998 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി രൂപീകരിച്ചു. ഇതിന്റെ കീഴിൽ തുടർ സാക്ഷരതാ പരിപാടി ആരംഭിച്ചു. തുല്യതാ പഠനത്തിലൂടെ ലക്ഷക്കണക്കിന് പേർക്ക് അറിവിന്റെ വെളിച്ചം പകരാൻ ഇതിനായി. വനിതാ സംവരണത്തിന്റെ മറവിൽ ഭരണഘടനാ വിരുദ്ധമായി മണ്ഡല പുനർനിർണയം നടത്തി ലോക്സഭാ നിയമസഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ജനാധിപത്യ വിരുദ്ധ നീക്കം പൊളിഞ്ഞതിന് പിന്നാലെ പ്രതിപക്ഷത്തിനെതിരെ ആരോപണങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രാധാന്യം ദുർബലമാക്കാനും കേന്ദ്രത്തിൽ ദീർഘകാലം അധികാരം കൈപ്പിടിലാക്കാനുമുള്ള ഗൂഢലക്ഷ്യത്തോടെ കൊണ്ടുവന്ന 131 ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടിരുന്നു. പിന്നാലെയാണ് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ സ്ത്രീ സംവരണത്തെ നുണ പ്രചരിപ്പിച്ച് തകർത്തു കളഞ്ഞുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വനിതാ സംവരണം കാലത്തിന്റെ ആവശ്യമാണ്. സ്ത്രീകൾ മുന്നിലേക്ക് വരും. കോൺഗ്രസ് സഖ്യകക്ഷികളും നുണ പ്രചരിപ്പിക്കുന്നു. നുണക്കോട്ടകൾ കെട്ടി ബില്ലിനെ പ്രതിപക്ഷം ഇല്ലാതാക്കി. പ്രതിപക്ഷം സ്ത്രീ മുന്നേറ്റത്തെ തടഞ്ഞു. ബിൽ പാസ്സാകാതിരിക്കാൻ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തി. സ്ത്രീകളുടെ അവകാശങ്ങളെ കൊള്ളയടിക്കുന്ന പ്രതിപക്ഷ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു.
ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ്, ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി വിദേശ മന്ത്രാലയം. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇന്ത്യൻ പതാക വഹിച്ച 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാന്റെ സായുധ ബോട്ടുകൾ വെടിയുതിർത്തതായി റിപ്പോർട്ട്. ഒമാന് വടക്ക് കിഴക്കൻ ഭാഗത്ത് വെച്ചാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും കപ്പലുകൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇറാഖിൽ നിന്നുള്ള 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി വരികയായിരുന്ന സൂപ്പർ ടാങ്കറിന് നേരെയും ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെയുമാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തെ തുടർന്ന് ഇന്ത്യ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ആക്രമണത്തിൽ ചില കണ്ടെയ്നറുകൾക്ക് നാശനഷ്ടമുണ്ടായെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. യാതൊരുവിധ മുന്നറിയിപ്പും നൽകാതെയാണ് ആക്രമണം ഉണ്ടായതെന്ന് കപ്പലിലെ ക്യാപ്റ്റൻ റിപ്പോർട്ട് ചെയ്തു. വെടിവെപ്പിനെ തുടർന്ന് കടലിടുക്ക് കടക്കാനാവാതെ 2 കപ്പലുകളും യാത്ര ഉപേക്ഷിച്ച് തിരിച്ചുപോയി. US ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. അരങ്ങ് കീഴടക്കാൻ ടോട്ടോച്ചാൻ വീണ്ടും എത്തുന്നു. ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും ആകർഷിക്കുകയും സ്വാധീനിക്കുകയും ചെയ്ത ജപ്പാനീസ് കൃതി ടോട്ടാച്ചാൻ 1.5 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും അരങ്ങിലേക്ക്. 2ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഓർമ്മക്കുറിപ്പ് കൂടിയ കൃതി വിവിധ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട്. തെൽസുഗോ കുറിയാനാഗി രചിച്ച ടോട്ടോച്ചാൻ ജനാലക്കരികിലെ ചെറു ബാല്യക്കാരി ടോട്ടാച്ചൻ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രസിദ്ധ നാടക പ്രവർത്തനായ അബൂബക്കറാണ് ടോട്ടാച്ചനെ നാടകരൂപത്തിലാക്കിയത്. പൂക്കോട് കലാലയം ചിൽഡ്രൻസ് തിയേറ്റർ അരങ്ങിലെത്തിക്കുന്ന നാടകം മനോജ് നാരായണനാണ് സംവിധാനം ചെയ്തത്. 2011 ആണ് നാടകം ആദ്യമായി കലാലയം ടീം അവതരിപ്പിച്ചത്. തുടർന്ന് കേരളത്തിലുടനീളം 100 കണക്കിന് വേദികളിൽ നാടകം അരങ്ങേറി. പൂക്കോട് കലാലയം സംഘടിപ്പിക്കുന്ന കളിയാട്ടം 2020 19 വൈകിട്ട് 6:30 നാടകം പുതിയ അഭിനേതാക്കളുമായി ഒരിക്കൽ കൂടി അരങ്ങേറും. പ്രേംകുമാർ വടകര സംഗീതവും കാശി പൂക്കാട് ദീപസംവിധാനവും നിർവഹിക്കുന്നു. PP ഹരിദാസനാണ് കോർഡിനേറ്റർ. നോയിഡയിൽ അറസ്റ്റ് ചെയ്ത തൊഴിലാളി നേതാക്കളെ വിട്ടയച്ചു. CPM പ്രതിഷേധത്തിൽ മുട്ടുമടക്കി UP സർക്കാർ. ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള CPM പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി ഉത്തർപ്രദേശിലെ ആദിത്യനാഥ് സർക്കാർ. നോയിഡയിലെ തൊഴിലാളി സമരം അടിച്ചമർത്തലിന്റെ ഭാഗമായി അന്യായമായി UP പോലീസ് തടങ്കലിൽ വെച്ച CITU ഡൽഹി സംസ്ഥാന സെക്രട്ടറി PV അനിയൻ, പ്രസിഡന്റ് വീരേന്ദ്ര ഗൗർ, ഗൗതം ബുദ്ധ് നഗർ ജില്ലാ സെക്രട്ടറി രാം സ്വരാജ് എന്നിവരെ പ്രതിഷേധത്തെ തുടർന്ന് വിട്ടയച്ചു. സമരത്തെ തുടർന്ന് അറസ്റ്റിലായ തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനാണ് MA ബേബിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ നോയിഡയിലെത്തിയത്. നോയിഡ അടങ്ങുന്ന ഗൗതം ബുദ്ധ് നഗർ കളക്ടറുടെ ഓഫീസിലെത്തിയ CPM സംഘത്തോടൊപ്പം ചേരാനിരുന്ന PV അനിയൻ, പ്രസിഡന്റ് വീരേന്ദ്ര ഗൗർ എന്നിവരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തു. രാം സ്വരാജിനെ കഴിഞ്ഞ ദിവസം തടങ്കലാക്കിയിരുന്നു. തുടർന്ന് കളക്ടറുടെ വസതിക്കുമുന്നിൽ MA ബേബി, പൊളിറ്റ് ഭാഗമായ അമ്രാറാം MP, R അരുൺകുമാർ, രാജ്യസഭാംഗങ്ങളായ ജോൺ പ്രകാശ്, V ശിവദാസൻ, M റഹീം, ഡൽഹി സംസ്ഥാന സെക്രട്ടറി അനുരാഗ് സക്സേന, പുഷ്പേന്ദ്ര ത്യാഗി എന്നിവരുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഒടുവിൽ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കിയ പോലീസ് തടങ്കലിട്ടവരെ നേതാക്കൾക്ക് മുന്നിൽ എത്തിക്കുകയായിരുന്നു. പ്രതിഷേധ ശേഷം CPM നേതാക്കൾ സ്ഥലത്തെ ADM-നെ കണ്ടു. അന്യായമായി അറസ്റ്റ് ചെയ്ത ബാക്കിയുള്ളവരെ ഉടൻ വിട്ടേക്കാമെന്ന് ADM ഉറപ്പു നൽകി. കളക്ടറുമായി ഫോണിലും സംസാരിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഡൽഹിയിൽ നിന്ന് നോയിഡയിലേക്ക് തിരിച്ച CPM സംഘത്തെ UP അതിർത്തിയിൽ പോലീസ് തടഞ്ഞിരുന്നു. നാടക അഭിനയ കളരി തുടങ്ങി. മരക്കാർക്കണ്ടി യുവജന വായനശാലയിൽ കുട്ടികളുടെ നാടക അഭിനയ കളരി തുടങ്ങി. നേതൃസമിതി കൺവീനർ EK സിറാജ് ഉദ്ഘാടനം ചെയ്തു. ശ്രീധരൻ ഉരുവച്ചാൽ അധ്യക്ഷനായി. P ദേവദാസ്, ജിനു ആയിച്ചങ്കണ്ടി, TP ഹമീദ, P സമീറ, CR ജസ്ന, KP ഹസീന എന്നിവർ സംസാരിച്ചു. നാടക പ്രവർത്തകൻ അജിത്ത് കല്ലൻ പരിശീലനം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരിൽ ഇറങ്ങിയ വ്യാജ കത്ത് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നൽകിയ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. വ്യാജ കത്ത് നിർമ്മിച്ചതിനെതിരെയും സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിനും ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും നേരത്തെ പരാതി നൽകിയിരുന്നു. സാംസ്കാരിക സാഹിത്യ ജില്ലാ കമ്മിറ്റി R ശങ്കറിനെ അനുസ്മരിക്കും. KPCC സാംസ്കാരിക സാഹിത്യ ജില്ലാ കമ്മിറ്റി യോഗം DCC ഹാളിൽ ചേർന്നു. സാംസ്കാരിക സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി K പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ സുരേഷ് കൂത്തുറം അധ്യക്ഷത വഹിച്ചു. ഏപ്രിൽ 30 R ശങ്കർ അനുസ്മരണം നടത്തും. പ്രമുഖ ചിത്രകാരൻ സുരേഷ് കൂത്തുറമിന്റെ ചിത്ര പ്രദർശനം സ്പേസ് ആർട്ട് ഗാലറിയിൽ ഈ മാസം 23 മുതൽ സാംസ്കാരിക സാഹിത്യ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തും. സാംസ്കാരിക സാഹിത്യ ജില്ലാ കൺവീനർ KN ആനന്ദനാഥ്, സംസ്ഥാന നിർവാഹക അധികം VV വിജയൻ, ജില്ലാ വൈസ് ചെയർമാൻ TP രാജീവൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറിമാരായ PP മുസ്തഫ, PR പ്രീത, നാരായണ കോയറ്റി എന്നിവർ സംസാരിച്ചു. നവപുരം പെൺമ നാടൻ കലാ പുരസ്കാരം അനുശ്രീ പുന്നാടിനും ഭവനാസിനും. നവപുരം ദേവാലയം 30 വയസ്സിന് താഴെയുള്ള നാടൻ കലാകാരികൾക്കായി ഏർപ്പെടുത്തിയ പെൺമ നാടൻ കലാ പുരസ്കാരത്തിന് അനുശ്രീ പുന്നാടും ഭവനാസും അർഹയായി. ഗ്രന്ഥപ്രതിഷ്ഠയുള്ള ലോകത്തിലെ ഏക ദേവാലയമായ ചെറുപുഴ കക്കോട് ചെറുശ്ശേരി ഗ്രാമത്തിലുള്ള നവപുരം മതാതീത ദേവാലയത്തിന്റെ നവദിന വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ 30 നടക്കുന്ന നാട്ടുകലാകാര സംഗമത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. വിദ്യാഭ്യാസവും കലാപ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനോടൊപ്പം നാടൻ കലകളുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ മികവാണ് ഇരുവരെയും അവാർഡിന് അർഹരാക്കിയത്.
15 വർഷത്തിലധികമായി നാടൻപാട്ട് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന അനുശ്രീ പുന്നാട് സ്കൂൾ കലോത്സവങ്ങളോടെയാണ് കലാരംഗത്ത് കടന്നു വന്നത്. 2010 ഇരട്ടിയിൽ പ്രവർത്തനം തുടങ്ങിയ പുന്നാട് പുലിക നാടൻപാട്ട് കലാസംഘത്തിന്റെ മുഖ്യ പാട്ടുകാരിയാണ്. നാടൻപാട്ട്, മാപ്പിളപ്പാട്ട്, കവിതാലാപനം തുടങ്ങിയ ഇനങ്ങളിൽ കേരളോത്സവ കലോത്സവ മത്സരങ്ങളിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ നാടൻപാട്ട് പരിപാടികൾക്കും ശില്പശാലകൾക്കും നേതൃത്വം നൽകി വരുന്ന അനുശ്രീ സ്കൂൾ കലോത്സവ മത്സര പരിശീലന രംഗത്തും വിധി നിർണയ രംഗത്തും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധ ചാനൽ പരിപാടികളുടെയും ശ്രദ്ധ നേടിയ അനുശ്രീ നിവിൻ പോളി നായകനായ പടവെട്ട് എന്ന സിനിമയിൽ നാടൻപാട്ടിന്റെ ഇനത്തിലുള്ള ഗാനവും എം മുകുന്ദന്റെ കഥയിൽ ഒരുക്കിയ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന സിനിമയിലും ഗാനം ആലപിച്ചു. കേരളത്തിനകത്തും പുറത്തുമായി 1000ഓളം വേദികളിൽ നാടൻ കലാവതരണം നടത്തിയിട്ടുള്ള അനുശ്രീക്ക് 2024 കലാഭവൻ മണി ഫൗണ്ടേഷന്റെ ഓടപ്പഴം പുരസ്കാരം, കരിനിറക്കൂട്ടം സ്നേഹാദരം തുടങ്ങിയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തെയ്യം കലാകാരനായ ശശിപ്പണിക്കരുടെയും ശ്രീജിയുടെയും മകളാണ്. ഭർത്താവ് വാദ്യകലാകാരനായ ദിവിൻ പ്രദീപ്. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ കൊറളായി തുരുത്തിയിലെ സി ദാസന്റെയും കെ സനോജിന്റെയും മകളായ പവനാസ് മയ്യിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയിലൂടെയാണ് ആദ്യമായി തനത് നാടൻപാട്ട് പാടി തുടങ്ങിയത്. പിന്നീട് സ്കൂൾ കലോത്സവങ്ങളിൽ, വിദ്യാരംഗം കലോത്സവങ്ങളിലും സമ്മാനങ്ങൾ കരസ്ഥമാക്കി. കേരളോത്സവത്തിലൂടെയാണ് മയ്യിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തിയേറ്റർ ഗ്രൂപ്പായ കണ്ണൂർ അധീനയിലെത്തിയത്. അധീന നാട്ടറിവ് വീടിന് വേണ്ടി സംസ്ഥാന കേരളോത്സവത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കാനും സമ്മാനങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ കൊറളായി റിത്തം കലാസമിതിയുടെ അമ്മൻകുളം കലാകാരിയായും പ്രവർത്തിച്ചു വരുന്നു. അധീനയുടെ തെരയാട്ടം, നാട്ടുമൊഴി എന്നീ നാടൻ കലാമേളകളിൽ 6 വർഷമായി പാട്ടുകാരിയും വിഷ്വൽ കലാകാരിയുമായി പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ അധീന ഫോക്ക് മെഗാ ഷോ, പാട്ടുറവ, നാട്ടുപാട്ടരങ്ങ് എന്നീ നാടൻ കലാ വിരുന്നുകളിലെ പ്രധാന നാടൻപാട്ട് കലാകാരിയാണ്. 2023 തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച കേരളീയം പരിപാടിയിൽ കേരള സംസ്കാര വകുപ്പ് ഫോക്ലോർ അക്കാദമിയുടെ ആദിമം മ്യൂസിയത്തിൽ ഒരാഴ്ചക്കാലം കലാവിരുന്ന് അവതരിപ്പിച്ചു. ബോച്ചെ മ്യൂസിക് ആപ്പിന്റെ കവർ സോങ് ആലപിച്ചതിനോടൊപ്പം ബോച്ചെ ആപ്പിന്റെ നിരവധി നാടൻ പാട്ടുകളും ആൽബങ്ങളും പാടി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ മണിനാഥൻ നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, തമിഴ്നാട്, പോണ്ടിച്ചേരി, കർണാടക, ഗോവ തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിലും കേരളത്തിലുമായി 500ലധികം വേദികളിൽ നാടൻപാട്ടുകൾ പാടി മലയാളം, തുളു, കന്നഡ, തമിഴ് തുടങ്ങിയ ഭാഷകളിലുള്ള നാടൻപാട്ടുകൾ വേദികളിൽ പാടി വരുന്നു. 2026 ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിലും പങ്കെടുത്ത് കലാവതരണം നടത്തിയിട്ടുണ്ട്. പെൻസിൽ വരെ വെള്ളയാക്കി നുണപ്രചാരണം. മുണ്ടക്കായ് ടൗൺഷിപ്പിലെ വീടിന്റെ സീലിംഗിലെ പെൻസിൽ വരെ വിള്ളലാക്കി മാധ്യമങ്ങൾ. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് തുരങ്കം വെക്കുന്ന ചാനലിന്റെ വാർത്താ വസ്തുത പരിശോധിക്കാതെ മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്ത് വീടുകളിൽ വിള്ളലെന്ന് കള്ളക്കളമേനുകയാണ്. അതിജീവിതത്തിൽ ആശങ്കയുണ്ടാക്കുകയും പുനരധിവാസം വൈകിപ്പിക്കുകയുമാണ് ലക്ഷ്യം. 2 വാട്ടർ പ്രൂഫിങ്ങും അതിനു മുകളിൽ കോൺക്രീറ്റും ബാക്കിയുള്ള വീടിനാണ് വിള്ളലെന്നും ചോർച്ചയെന്നും പ്രചരിപ്പിക്കുന്നത്. നിർമ്മാണം നടത്തുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പരിശോധനയിൽ പെൻസിൽ കൊണ്ട് വരനിട്ടതിന്റെ വീഡിയോയും ചിത്രങ്ങളും എടുത്താണ് വിള്ളലെന്ന് പ്രചാരണം. ടെറസിൽ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തി 2 തവണ സ്വിമ്മിംഗ് പൂൾ വാട്ടർ പ്രൂഫിംഗ് നടത്തും. ഇതിനു മുകളിൽ 2 ഇഞ്ച് കനത്തിൽ സ്കീഡിംഗ് കോൺക്രീറ്റ് ചെയ്യും. മുഴുവൻ വീടുകളിലും ഇതാണ് രീതി. ആദ്യഘട്ടമായി നൽകുന്ന വീടുകളിൽ വെള്ളം കെട്ടി നിർത്തിയുള്ള പരിശോധന നടത്തിയപ്പോൾ ഒന്നിൽ നേരിയ നനവ് കണ്ടതോടെ ടെറസിന് മുകളിൽ ഈ ഭാഗത്ത് വീണ്ടും പോണ്ടിംഗ് പരിശോധന നടത്തി. വാട്ടർ പ്രൂഫിംഗ് മുൻപിലുള്ള പ്രവൃത്തി നടത്തി. സ്ക്രീഡിംഗ് കോൺക്രീറ്റ് കൂടി കഴിയുന്നതോടെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. ഇതൊന്നും കണക്കിലെടുക്കാതെ സർക്കാരിനെതിരെ തിരിയാനുള്ള വ്യഗ്രതയിൽ പരിശോധന നടത്താതെയാണ് പെൻസിൽ വര വിള്ളലാക്കിയത്. വീടിനുള്ളിൽ കയറി നോക്കാതെ ജനലിലൂടെ ദൃശ്യങ്ങൾ എടുത്താണ് വിള്ളലെന്ന നുണവാർത്ത. ദുരന്തബാധിതരെ പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും സർക്കാരിനെതിരെ പറയാൻ നിർബന്ധിക്കുകയായിരുന്നു. 350 വീടുകളുടെ നിർമ്മാണമാണ് ടൗൺഷിപ്പിൽ ഒരേ സമയം നടത്തുന്നത്. ഡിവൈഎഫ്ഐയുടെ പേരിൽ വ്യാജ FB പേജ്, പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഡിവൈഎഫ്ഐയുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പേജുകൾ സൃഷ്ടിച്ച് തെറ്റായ പ്രചരണം നടത്തിയതിനെതിരെ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഡിവൈഎഫ്ഐ കേരള ഒഫീഷ്യൽ എന്ന ഫേക്ക് FB പേജ് ഉണ്ടാക്കി തെറ്റായ പ്രവർത്തികൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഡിവൈഎഫ്ഐ പരാതി നൽകിയതെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ഡിവൈഎഫ്ഐ കേരള ഒഫീഷ്യൽ എന്ന പേരിലുള്ള വ്യാജ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നും റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ക്യാമ്പയിൻ നടത്തിയത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക ഹാൻഡിലുകളിൽ നിന്നും ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയിട്ടില്ല. സമാനമായ തെറ്റായ ആഹ്വാനങ്ങളും വിവരങ്ങളും ഈ വ്യാജ ഗ്രൂപ്പ് വഴി പ്രചരിപ്പിക്കുന്നുണ്ടെന്ന്
ഈ ഗ്രൂപ്പിൽ നിന്നുണ്ടാകുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ മുൻപും ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെയും അതിന് ആഹ്വാനം ചെയ്യുന്നവർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതിയിൽ പറയുന്നു. ആസാദി ഡിജിറ്റൽ പേപ്പർ 7ാം വർഷത്തിലേക്ക്. ആസാദി ഡിജിറ്റൽ പേപ്പർ ഇന്ന് 7ാം വർഷത്തേക്ക് കടന്നു. ഇന്ന് പത്രത്തിന് 6 വർഷം പൂർത്തിയാകും. 2020 ഏപ്രിൽ 18 കോവിഡ് അടച്ചിടൽ കാലത്ത് ഡിജിറ്റൽ പേപ്പർ ആരംഭിക്കുന്നത്. രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ പത്രത്തിന് വായനക്കാരുണ്ട്. APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പത്രം പ്രസിദ്ധീകരിക്കുന്നത്. ഏപ്രിൽ 18 പത്രം ആരംഭിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരം കത്തിനിൽക്കുന്ന സമയത്ത് 2019 ആസാദി ഓൺലൈൻ ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന അർത്ഥത്തിലാണ് ആസാദി എന്ന പേർ നിർദ്ദേശിച്ചത്. ആസാദി ഡിജിറ്റൽ പേപ്പറിന് പുറമെ ആസാദി യൂട്യൂബ് ചാനലും ആസാദി ഓൺലൈനും പ്രവർത്തിക്കുന്നുണ്ട്. വടകരയിൽ 25-കാരനെ കാണാതായി. ഓൺലൈൻ ലോൺ ആപ്പിൽ വായ്പ മുടങ്ങിയതിന് ഭീഷണി കോളുകൾ ഉണ്ടായിരുന്ന കുടുംബം. വടകരയിൽ 25 വയസ്സുകാരനെ കാണാതായതായി പരാതി. ആയഞ്ചേരി സ്വദേശി വിഷ്ണു പ്രകാശിനെയാണ് കാണാതായത്. ബാങ്കിൽ പോകുന്നുവെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഏപ്രിൽ 13 വിഷ്ണു വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പിന്നീട് തിരികെ എത്തിയില്ലെന്ന് കുടുംബം പറയുന്നു. ഏറെ വൈകിട്ടും വിഷ്ണുവിനെ കാണാതായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകിയായിരുന്നു. അതേസമയം ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്ന് വിഷ്ണു ലോൺ എടുത്തിരുന്നതായാണ് വിവരം. 10,000 രൂപയാണ് വായ്പ എടുത്തത്. ഇതിൻ്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ നിരന്തരമായി ഭീഷണി കോളുകൾ വന്നിരുന്നതായി കുടുംബം ആരോപിച്ചു. വിഷ്ണുവിൻ്റെ ഫോണിൽ കോൺടാക്റ്റുകൾ കൈക്കലാക്കിയ സംഘം മോർഫ് ചെയ്ത വിഷ്ണുവിൻ്റെ ചിത്രങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തതെന്നായും പരാതി പറയുന്നു. ഇത്തരത്തിലുള്ള കടുത്ത മാനസിക സമ്മർദ്ദമാണ് വിഷ്ണുവിൻ്റെ കാണാതായതിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. കണ്ണൂരിൽ സുഹൃത്തിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. ഓടി രക്ഷപ്പെടുന്നതിനിടെ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. സുഹൃത്തിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുന്നതിനിടെ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. കണ്ണൂർ പാപ്പൻശ്ശേരിയിലാണ് സംഭവം. പാപ്പൻശ്ശേരി സ്വദേശി ഷഫീഖ് ആണ് ദാരുണമായി മരണപ്പെട്ടത്. ഷഫീഖിൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രശാന്തൻ ചികിത്സയിൽ തുടരുകയാണ്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഷഫീഖ് അടുത്തിടെയാണ് നാട്ടിലെത്തിയത്. ഷഫീഖും പ്രശാന്തും ഒരുമിച്ച് കട തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് വരികയായിരുന്നു. പ്രശാന്ത് കടയിലെ ഇലക്ട്രിക് ജോലികൾ ചെയ്തിരുന്നത്. രാവിലെയോടെ പ്രശാന്തിൻ്റെ വീട്ടിലെത്തിയ ഷഫീഖ് തനിക്ക് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് വെള്ളമെടുക്കാൻ അകത്തേക്ക് പോയ പ്രശാന്തിനെ സമീപത്തുണ്ടായിരുന്ന ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്ക് ആഞ്ഞ് അടിക്കുകയായിരുന്നു. പ്രശാന്തൻ സംഭവസ്ഥലത്ത് കുഴഞ്ഞു വീണു. നിലവിളി കേട്ട് ഓടിയെത്തിയ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് പ്രശാന്തനെ ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രശാന്തനെ ആക്രമിച്ചതിന് പിന്നാലെ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് ഷഫീഖിനെ ട്രെയിൻ തട്ടിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷഫീഖ് മരിച്ചു. ആക്രമണത്തിന് പിന്നിലെ കാരണം അവ്യക്തമായി തുടരുകയാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.